ജീവിതവിധികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സഹോദരങ്ങളുടെ അടുക്കലേക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥന്റെ വെളിച്ചവും വഹിച്ചുകൊണ്ട് നമുക്ക് ഈ തീർത്ഥയാത്ര ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. ഉത്ഥാന സത്യത്തിൽ അങ്ങേ മഹത്വത്തിൽ ഭക്തി വിശ്വാസമോടിന്ന് യേശുവിൽ ഞങ്ങൾ ഐക്യപ്പെടാനായി പ്രത്യാശയോടെ വരുന്നു താതാ, പ്രത്യാശയോടെ വരുന്നു. ഉത്ഥാന സത്യത്തിൽ അങ്ങേ മഹത്വത്തിൽ ഭക്തി വിശ്വാസമോടിന്ന് യേശുവിൽ ഞങ്ങൾ ഐക്യപ്പെടാനായി പ്രത്യാശയോടെ വരുന്നു താതാ, പ്രത്യാശയോടെ വരുന്നു. നശ്വരലോകത്തിൻ വീഥി വെടിഞ്ഞു അനശ്വര ജീവനിലേക്ക് മരണഭയത്തെ പാടേയകറ്റി ഉയിർപ്പിന്റെ വഴിയേ വരുന്നു താതാ, ഉയിർപ്പിന്റെ വഴിയേ വരുന്നു. അവിടത്തെ ഛായയിൽ ഞങ്ങളെ സൃഷ്ടിച്ചു അവിടത്തോടൈക്യത്തിൽ വാഴാൻ അവിടത്തെ പുത്രനെ ഞങ്ങൾ തൻ രക്ഷയ്ക്കാൻ അവിടന്നയച്ചൊര സ്നേഹം താതാ, അവിടത്തെ കാരുണ്യ സ്നേഹം. പ്രാരംഭ പ്രാർത്ഥന. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് തിരുമനസ്സായി ഞങ്ങളുടെ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കുമായി അങ്ങേ തിരുസുതനെ ഞങ്ങളിലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. യേശുക്രിസ്തു പീഡാസഹനവും കുരിശുമരണവും വഴി ഞങ്ങളെ വീണ്ടെടുക്കുകയും തിരുവുദ്ധാനം വഴി ഞങ്ങൾക്ക് പ്രത്യാശ നൽകുകയും ചെയ്തു. സ്വർഗാരോഹിതനായി സ്വർഗം തുറന്നു തരുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങൾ രക്ഷ കൈവരിക്കുന്നതിനുള്ള മഹത്വീകരണ പദ്ധതിയും അതുവഴി ഞങ്ങൾ അങ്ങിലേക്ക് ഐക്യപ്പെടുവാനുള്ള കൃപയും നൽകി അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല എന്ന് അരുൾ ചെയ്ത കർത്താവായ യേശുവേ, ദൈവത്തിനു വേണ്ടി അങ്ങ് ജീവിച്ചു. അങ്ങയുടെ തിരുവുദ്ധാന മഹത്വത്തിൽ പങ്കാളികളാകുവാനും മരണഭയത്തെ അകറ്റി പ്രത്യാശയോടെ ദൈവത്തിനു വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മനുഷ്യജീവിതം മരണത്തോടെ അവസാനിക്കുന്നതല്ലെന്നും നിത്യജീവിതത്തിൽ അങ്ങയോട് ഐക്യപ്പെടുവാനുള്ളതാണെന്നുമുള്ള പ്രത്യാശയോടെ തിരുവുദ്ധാനത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ. മരണത്തെ ജയിച്ച ഉദ്ധിതനായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അങ്ങയുടെ ഉദ്ധാനമാണല്ലോ. ഈ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കുവാൻ തുടങ്ങുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾ ഭയഭക്തിയോടെ അങ്ങയുടെ വഴികളിലൂടെ മാത്രം ചരിക്കുവാൻ
ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഉയർപ്പിൻ്റെ വഴിയിലൂടെയുള്ള ഈ തീർത്ഥയാത്രയിൽ സ്വർഗം ഞങ്ങളുടെ ലക്ഷ്യമാണെന്നും ഉദ്ധിതനായ യേശു എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്നുണ്ടെന്നും ബോധ്യപ്പെടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്ഥലം അരുൾ ചെയ്തതുപോലെ മരണത്തെ ജയിച്ച് മൂന്നാം ദിനം യേശു മിശിഹ ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. തിരുവചനം മനുഷ്യപുത്രനെ പറ്റി പ്രവാചകൻ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും. അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും. അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും. അവർ അവനെ പ്രഹരിക്കുകയും ക്രൂശിക്കുകയും വധിക്കുകയും ചെയ്യും. എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. അരുൾ ചെയ്ത വചനം പോൽ ഉത്ഥാനത്തിൻ സത്യം, വിശ്വത്തിൽ വിശ്വാസ സാക്ഷ്യം, മാനവ മക്കൾക്കു രക്ഷയേകാനായി മൂന്നാം നാളിൽ ഉയർത്തു നാഥൻ, ഹൃദരിൽ നിന്നുമുയർത്തു. ഉയർപ്പിന്റെ പ്രഭയിൽ മിന്നൊളി വീശി ഭൂമി കുലുങ്ങി വിറച്ചു. വിറകൊണ്ടു നിന്നു കാവൽ ഭടന്മാർ, ഉത്ഥാന സാക്ഷികളായി ഭൂവിൽ ഉത്ഥാന സാക്ഷികളായി. ഉയർപ്പിൻ മഹത്വത്തിൽ ആത്മാർപ്പണത്തോടെ വിശ്വസിച്ചിടണം നമ്മൾ, പ്രത്യാശയോടെന്നും ജീവിച്ചിടേണം, രക്ഷവരിച്ചിടും നമ്മൾ, നാഥന്റെ കൂടെ വസിച്ചിടും നമ്മൾ. നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന സങ്കീർത്തനം അന്വർത്ഥമായി ഈ പ്രപഞ്ചം മുഴുവനോടും സകല സൃഷ്ടികളോടും ചേർന്ന് ഉയർത്തെഴുന്നേറ്റ് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് മാത്രമാണ് മരണശേഷം ഉയർത്തെഴുന്നേറ്റവൻ എന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. യേശു കർത്താവാണ് എന്ന് ഞങ്ങൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. മരണാനന്തര ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ലോകജീവിതത്തെ സുഹൃതസമ്പന്നമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. രണ്ടാം സ്ഥലം ശൂന്യമായ കല്ലറ മഗ്ദലേന മറിയവും മറ്റു സ്ത്രീകളും ദർശിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. ഹൃദയം നിറയെ ഭയഭക്തിയോടെ വന്നണഞ്ഞിടുന്നു സ്ത്രീകൾ, കൈകൾ നിറയെ സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുവുമായി ഗുരുവിൻ അഭിഷേക കർമ്മത്തിനായി.
ശൂന്യമാ കല്ലറ ദർശിച്ച സ്ത്രീകളോ വിസ്മയഭരിതരായി നിന്നു. ജീവിക്കുന്നവനെ മൃതരുടെ ഇടയിൽ തേടുന്നതെന്തിനു നിങ്ങൾ എന്നായി കർത്താവിൻ ദൂതർ മൊഴിഞ്ഞു. മനസ്സു നിറയെ ദ്രവ്യമോഹത്തോടെ കൈകളിൽ പാപക്കറയോടെ അങ്ങയെ ഞങ്ങൾ ദ്രോഹിച്ചിടുന്നു. ഞങ്ങൾക്കു മാപ്പു നൽകണേ നാഥ, ഞങ്ങൾക്കു മാപ്പു നൽകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മൂന്നാം സ്ഥലം ശിമയോൻ പത്രോസും യോഹന്നാനും ശൂന്യമായ കല്ലറയിൽ പ്രവേശിക്കുന്നു. ഉയിർത്തെഴുന്നേറ്റ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. ഉത്ഥാനവാർത്തയറിഞ്ഞപ്പോൾ ശിമയോൻ യോഹന്നാനോടൊപ്പം വന്നു. ശൂന്യമാ കല്ലറ കച്ച തൂവാല കണ്ടവർ വിശ്വസിച്ചേവൻ ഗുരുവിൻ വചനത്തിൻ ആത്മീയ സാരം. ഉദ്ധിതനാഥൻ മൃതിയെ ജയിച്ചവൻ തിരുവെഴുത്തും നിറവേറ്റി. പ്രവചനമെല്ലാം പൂർത്തീകരിച്ചു. പ്രത്യാശാപൂരിതരായി നമ്മൾ, പ്രത്യാശാപൂരിതരായി. പീഡാസഹനവും കുരിശിലെ മരണവും നമ്മൾക്കായർപ്പിച്ചു നാഥൻ. തന്നുത്ഥാനത്താലെ മാനവൻ നമ്മൾക്കു രക്ഷതൻ മാർഗം തുറന്നു നാഥൻ, രക്ഷതൻ മാർഗം തുറന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാലാം സ്ഥലം ഉയർത്തെഴുന്നേറ്റ മിശിഹ കല്ലറയുടെ മുമ്പിൽ വച്ച് മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും നിത്യജീവൻ നൽകുന്നവനുമാകുന്നു. പീഡാസഹനത്തിൻ ശ്ലീവാമരണത്തിൻ സാക്ഷിയായി മഗ്ദല മറിയം, ദൃശ്യരായി ദൂതർ വിളംബരം ചെയ്തെന്നു നാഥനുയിർത്തെന്ന സത്യം. ഈശോ നാഥനുയിർത്തെന്ന സത്യം. ഗുരുവിന്റെ കല്ലറ ശിഷ്യയാം മറിയം ദർശിച്ചു കണ്ണീർ പൊഴിച്ചു. നാഥൻ വിളിച്ചേവം മറിയം മറിയം, ഭക്തി നിറഞ്ഞവൾ കേണു കാൽക്കൽ റബ്ബോനി എന്നു വിളിച്ചു. ദൈവവിശ്വാസത്തിൽ ആത്മാവിൻ നിറവിൽ മഗ്ദല മറിയത്തെ പോലെ വിശ്വാസമർപ്പിച്ചു പ്രത്യാശ കൈക്കൊണ്ടു രക്ഷവരിക്കേണം നമ്മൾ നിത്യം, രക്ഷവരിക്കേണം നമ്മൾ. അഞ്ചാം സ്ഥലം ജെറുസലേം വെടിഞ്ഞ് എമാവുസിലേക്ക് തിരിച്ച രണ്ട് ശിഷ്യന്മാർക്ക്
യേശു പ്രത്യക്ഷപ്പെടുന്നു. രക്ഷകൻ ക്രൂശിൽ മരിച്ചതു കണ്ടു ഭീതിയിലാണ്ടു ശിഷ്യർ. സിയോൻ വെടിഞ്ഞത എമ്മാവൂസിലേക്കു പ്രത്യാശയറ്റു മടങ്ങി ശിഷ്യർ, പ്രത്യാശയറ്റു മടങ്ങി. ലിഖിതങ്ങളോതിയും ഹൃദയം ജ്വലിപ്പിച്ചും കൂടെ നടന്നു നാഥൻ. അപ്പമെടുത്തവൻ ആശീർവദിച്ചു ഭാഗിച്ചു നൽകിയ നേരം നാഥൻ ശിഷ്യർ തൻ കണ്ണു തുറന്നു. അജ്ഞാനമറയിൽ അന്ധരാം ഞങ്ങൾക്കു ജ്ഞാനത്തിൻ കണ്ണു തുറക്കാൻ, മനസ്സു തുറക്കാൻ, ഹൃദയം ജ്വലിക്കാൻ, അങ്ങയെ കണ്ടു വണങ്ങാൻ നാഥ കൃപയരുളിയിടണമെന്നും. ആറാം സ്ഥലം. യഹൂദരെ ഭയന്ന് കതകടച്ചിരുന്ന ശിഷ്യന്മാർക്ക് ഉദ്ധിതനായ യേശു പ്രത്യക്ഷനാകുന്നു. ഉത്ഥാനദിനമന്ന് പ്രത്യക്ഷനായീശു ഗീതരാം ശിഷ്യർക്കു നടുവിൽ നേർന്നു സമാധാനം സാന്ത്വന സന്ദേശം കാണിച്ചു കരചരണങ്ങൾ നാഥൻ വിശ്വസിച്ചനുഗ്രഹം നൽകി. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിച്ചിടാനായി ശിഷ്യർ തൻ മനസ്സു തുറന്നു. പരിശുദ്ധാത്മാവിൻ വാഗ്ദാനത്താലേ ഉന്നത ശക്തി നേടാനായി നാഥൻ ശിഷ്യരെ അണിയിച്ചൊരുക്കി. അന്ധരായി ഞങ്ങൾ ഭീതിയിൽ ഉണരുമ്പോൾ മനസ്സു തുറന്നു തരേണേ. സ്വർഗീയ വരദാനം പരിശുദ്ധാത്മാവിന്റെ നിറവാലെ ശക്തരാക്കേണേ ദാദാ, അഭിഷിക്തരാക്കിയിടേണേ. ഏഴാം സ്ഥലം. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതിൻ്റെ 8-ാം ദിവസം തോമസിൻ്റെ സാന്നിധ്യത്തിൽ യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷനാകുന്നു. നടുവിൽ തോമായ്ക്കും ദർശനം നൽകി. അവിടത്തെ നാമത്തിൽ ജീവൻ പകർന്നു പരിപൂർണ വിശ്വാസിയാക്കി നാഥൻ സ്വർഗീയ സന്ദേശമേകി. കരചരണങ്ങളും പാർശ്വത്തിൻ മുറിവും കണ്ടപ്പോൾ ശിഷ്യനാം തോമാ, എന്റെ കർത്താവേ എന്നോട് ദൈവമേ എന്നു വിളിച്ചു കരഞ്ഞു തോമാ, സത്യവിശ്വാസിയായി തീർന്നു. ജീവിത വീതിയിൽ പതറുന്ന ചിന്തയിൽ ഇടറി നടക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ മാത്രമായി വിശ്വാസമർപ്പിച്ചു രക്ഷതൻ നൽവരം നേടാം ഞങ്ങൾ ഒന്നായി നിൻ സ്തുതി പാടാം. 8-ാം സ്ഥലം. ഉയർത്തെഴുന്നേറ്റ യേശു തിബേരിയാസ് കടൽ തീരത്ത് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തുന്നു.
ആശയത്തങ്ങു ഗലീലിയ കടല മധ്യേ രാത്രിയിൽ മുഴുവനും വലവീശി തൻ ശിഷ്യർ കൈകാൽ കുഴഞ്ഞവരായി നിൽക്കെ നാഥനണഞ്ഞു ഒഴിഞ്ഞു. വലയെറിഞ്ഞിടുക വലതുവശത്ത്, അത്ഭുതം വലകൾ നിറഞ്ഞു. അപ്പവും മീനും പ്രാതലൊരുക്കി ആശീർവദിച്ചവർക്കേകി നാഥൻ വത്സല ശിഷ്യർക്കു നൽകി. ജീവിതസാഗരം നീന്തി തളർന്നു തീരത്തു ഞങ്ങൾ വരുമ്പോൾ ആണിപ്പാടുള്ള നിൻ കൈകൾ വിരിച്ചു ഞങ്ങളെ സ്വീകരിക്കണേ നാഥ, ഞങ്ങളെ സ്വീകരിക്കണേ. 9-ാം സ്ഥലം. ഉയിർത്തെഴുന്നേറ്റ യേശു അജപാലകനായി പത്രോസിനെ നിയോഗിക്കുന്നു. മൂന്നാമൂഴവും ആരാഞ്ഞു നാഥൻ ശിമയോന്റെ സ്നേഹത്തിൻ സാക്ഷ്യം. 3 പ്രാവശ്യവും കേണുല ചെയ്തു അറിയിച്ചു തന്നെ സ്നേഹം. ശിമയോൻ നാഥനോടുള്ള തൻ സ്നേഹം. അജഗണ പാലന ദൗത്യമതേകി നിയോഗിച്ചു ശിമയോനെ നാഥൻ. എന്നേക്കും സഭയെ നയിച്ചിടുവാനായി ആടുകൾക്കിടയരെ നൽകി നാഥൻ പ്രേഷിത ദൗത്യമതേകി. ദൈവമഹത്വവും പ്രേഷിത ദൗത്യവും ഭൂവിതിൽ വ്യാപകമാകാൻ സഭയുടെ ഐക്യത്തിൽ കുടുംബസമേതം പ്രാർത്ഥന ചൊല്ലുക വേണം. നമ്മൾ യേശുവെ വാഴ്ത്തുക വേണം. 10-ാം സ്ഥലം. യേശു തൻ്റെ സുവിശേഷ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുന്നു. സ്വർഗവും ഭൂമിയും വാണരുളും നാഥൻ ശിഷ്യക്കനുഗ്രഹമേകി. പാവനത്വത്തിൽ ദിവ്യമാനാമത്തിൽ സ്നാനം നൽകിയിടുക നിങ്ങൾ ഭൂവിൽ, സ്നേഹം നൽകിയിടുക നിങ്ങൾ. എന്നെ അയച്ചപ്പോൾ ഞാനും അയയ്ക്കുന്നു സുവിശേഷ ദൗത്യമതേകി. പാവനാത്മാവാലെ പൂരിതരായി പ്രേഷിത ദൂതരായി മാറൂ നിങ്ങൾ, സുവിശേഷ സാക്ഷികളാകൂ. നാഥന്റെ കൽപ്പന പാലിക്കണം നമ്മൾ, പ്രേഷിത ദൂതരാകേണം. സോദര സ്നേഹത്തിൽ നേർവഴി പാലിച്ചു നാഥനനുഗ്രഹം തേടാമേവം, നാഥനനുഗ്രഹം നേടാം. 11-ാം സ്ഥലം. ഉയിർത്തെഴുന്നേറ്റ മിശിഹ 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നു. ബുദ്ധിതനാമേശു 40 നാളുകൾ ഭൂവിതിൽ പ്രത്യക്ഷനായി പ്രത്യാശ നൽകി ഉയിർപ്പെന്ന സത്യത്തിൽ സാക്ഷ്യവും നൽകിയ നീശോനാഥൻ, സാക്ഷ്യവും നൽകിയ നീശോ. ഭക്ഷിച്ചവർക്കൊപ്പം കൽപ്പിച്ചു ദൗത്യവും വ്യക്തമായി
സാക്ഷികളായവർ ഭൂവിൽ. വെള്ളത്താൽ സ്നാനം ഏറ്റവർ ഞങ്ങൾ ഭൂവിതിൽ മുദ്രിതരായി. പാവനാത്മാവാലെ സ്നാനമനേകി സ്വർഗത്തിൽ മുദ്രിതരാക്കൂ നാഥ, രക്ഷകനേശുവേ നാഥ. 12-ാം സ്ഥലം പരിശുദ്ധാത്മാവ് എഴുന്നള്ളുന്നു. അഗ്നിയാൽ സ്നാനം സ്വീകരിച്ച് ശിഷ്യർ അഭിഷിക്തരാകുന്നു. മാതാവും ശിഷ്യരും ഏകമനസ്സോടെ മാളിക മുകളിലിരിക്കെ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി വന്നു പാവന സ്നാനമനേകിയെന്ന് ശിഷ്യരെ അഭിഷിക്തരാക്കി. പാമരരായവർ ശിഷ്യരന്നേരം പണ്ഡിത ശ്രേഷ്ഠരായി മാറി. വിസ്മയഭരിതരായി ലോകരെല്ലാരും അക്കാഴ്ച കണ്ടങ്ങു നിന്നു. പാരം അദ്ഭുത സ്തബ്ധരായി നിന്നു. ശിഷ്യരിലന്നു നിറഞ്ഞ പോൽ നൽവരം ഞങ്ങൾക്കുമേകണം നാഥ. പാവനാത്മാവാലെ പൂരിതരാക്കി യേശുവിൻ പ്രേഷിതരാക്കൂ നാഥ, വരദാന ഭൂഷിതരാക്കൂ. 13-ാം സ്ഥലം പ്രത്യക്ഷനായ യേശുവിനെ ദർശിച്ച സൗൽ മാനസാന്തരപ്പെട്ട് ശിഷ്യനായി മാറുന്നു. ആശ്വാസം നൽകിയും കാരുണ്യമേകിയും കൈപിടിക്കാനെത്തുമീശോ. അന്ധർക്കു കാഴ്ചയും ബന്ധനമുക്തിയും പീഡിതർക്കാശ്വാസമായും നാഥൻ നമ്മൾക്കു രക്ഷയായി തീരും. ക്രിസ്തുവിൻ ദാസരെ ക്രൂരവിനോദത്തിൽ പീഡനം ചെയ്തന്നു സാവൂളിനന്നേരം പ്രത്യക്ഷനായി നാഥൻ പൗലോസായി മാറുന്നു. സാവൂളന്ന് ശിഷ്യനായി തീരുന്നു സാവൂൾ. അന്ധരായി ഞങ്ങൾ അജ്ഞാനമാർഗത്തിൽ സോദരക്കേകിയ ദ്രോഹം താതാ പൊറുക്കണി. പാപികൾ ഞങ്ങൾക്കു മാപ്പു നൽകിയിടണേ സദയം നാഥ, മാപ്പു നൽകിയിടണേ സദയം. 14-ാം സ്ഥലം ഉദ്ധിതനായ മിശിഹ ദിവ്യകാരുണ്യമായി എന്നെന്നും നമ്മോടുകൂടെ ജീവിക്കുന്നു. അപ്പവും വീഞ്ഞും കൈകളിലേന്തി തന്മാംസരക്തങ്ങളാക്കി ഭാഗിച്ചു നൽകിക്കൊണ്ടർപ്പിച്ചു ബലിയായി ദിവ്യകാരുണ്യമായി തീർന്നു നാഥൻ, ദിവ്യകാരുണ്യമായി തീർന്നു. പീഡ സഹിച്ചും ക്രൂശിൽ മരിച്ചും നാഥൻ ഉയിർത്തെഴുന്നേറ്റും. തിരുലിഖിതങ്ങളും പ്രവചനമൊക്കെയും നിറവേറ്റി മാനുഷർക്കായി നാഥൻ, നിറവേറ്റി മാനുഷർക്കായി.
അനശ്വര ജീവനായി ദിവ്യകാരുണ്യമായി നമ്മളിൽ നാഥൻ വസിക്കും. താതനും പുത്രനും ഒന്നായിരിക്കുമ്പോൾ തൃത്വത്തിൽ നമ്മൾ ലയിക്കും. സാക്ഷാൽ സ്വർഗമഹത്വം ഭരിക്കും. പീഡ സഹിച്ചും കുരിശിൽ മരിച്ചും മഹത്വത്തിൽ ഉത്ഥിതനായും സ്വർഗവാസത്തിനായി ആരോഹണം ചെയ്തു. സ്വർഗത്തിൻ വാതിൽ തുറന്നു നാഥൻ, രക്ഷതൻ വാതിൽ തുറന്നു. സുവിശേഷ വചനത്തിൻ താലന്തു നാമേന്തി പ്രത്യാശാവായി പോടെ നമ്മൾ ഈ ലോക ജീവൻ വെടിഞ്ഞു പോയാലും സ്വർലോക സൗഭാഗ്യം നേടും. നമ്മൾ നാഥനോടൊപ്പം വസിക്കും. ഉത്ഥാന സത്യത്തിൻ വിശ്വാസദീപങ്ങൾ ഹൃദയത്തിൽ ജ്വാലകളായി നാഥനോടൊന്നായി ദിവ്യമാമൈക്യത്തിൽ പാവന തൃത്വത്തിൽ ചേരും. നമ്മൾ സ്വർഗീയവാസികളാകും. സമാപന പ്രാർത്ഥന. അനന്തകാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങൊരുക്കിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ഉയർപ്പിൻ്റെ വഴിയിലൂടെ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് അങ്ങയുടെ പക്കലെത്തിയിരിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഞങ്ങളിൽ കുടികൊള്ളുന്ന മരണഭയത്തെ പാടെ അകറ്റി യേശുവിനോടൊപ്പം ഐക്യപ്പെടുവാനുള്ള പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം യോഗ്യതയോടെ സ്വീകരിച്ച് നിത്യരക്ഷ കൈവരിക്കുവാനും അങ്ങനെ ഞങ്ങളെ സ്വർഗത്തിന് അവകാശികളാക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഉദ്ധിതനായ മിശിഹായുടെ മഹത്വത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.